ഹലോ ഗൈസ്, എല്ലാവർക്കും റിച്ചേഴ്സ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഇത് പിന്നെ എല്ലാ കൂട്ടാങ്ങളൊന്നും ഇല്ല, എനിക്ക് ആകെ ഇതൊക്കെ കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. മുട്ട, അച്ചാർ, പിന്നെ ചീര ഉപ്പേരി, ചീര എന്തോ വെള്ളം പറഞ്ഞുകൊണ്ട് എന്താണ്, പിന്നെ കാബേജ് ഉപ്പേരി, പുളിഞ്ചാറും കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഞാൻ ഒരു വട്ടം തിന്നീനു, അതിലും അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചോറിടാം ഗൈസ്. ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അച്ചാർ പിന്നെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ. എന്താ ഉള്ളിലൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളൊരു അച്ചാറാണ്. പിന്നെ നമുക്കിടാനുള്ളത് എന്താ കേബേജ് ഉപ്പേരി, ചീര, ഇതെന്തോ സാധനമാണ്. കേബേജ് ഉപ്പേരി ഇടാട്ടോ. ഞാനൊരു അരിക്ക് ഇങ്ങനെ ഇതാക്കി ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളത് ചീരൻ്റെ ഇതാണ് കേട്ടോ. ചീര ഞാൻ കൈകൊണ്ട് എടുത്താൽ നിലത്തേക്ക് ചാടും. ഇത് അറിയണോണ്ട് തന്നെ കൈകൊണ്ടാട്ടോ ഉള്ളത്. ചീര വെച്ചുകൊണ്ട് കഴിച്ച് ഞങ്ങൾക്ക് മുട്ട ഇടാം. ഞാൻ ഉണ്ടാക്കിയ മുട്ടയാണ് കേട്ടോ. അതാണ് എൻ്റെ കോലം. അങ്ങനെ കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് അച്ചാറും ഉപ്പിടട്ടോ. തിന്ന് അത്ര കഴിക്കണം. പിന്നെ അതിൽ എരി ഇല്ല കേട്ടോ. അതിന് ചെറിയൊരു എരി ഉണ്ട്. ഇപ്പം ഞാൻ ഇത് തിന്നോണ്ടാണോന്ന് അറിയില്ല, എരി ഉണ്ട് കേട്ടോ. കുറേ കൂട്ടാല്ലേ. പിന്നെ ഇതൊരു ചെറിയൊരു കയ്പ്പുണ്ട് കേട്ടോ. ഇത് അങ്ങനെ പറ്റിക്കില്ല, കയ്പ്പുണ്ട് അത്യാവശ്യത്തിന്. പിന്നെ എനിക്ക് കുറച്ച് നീരിടാം. നീര് പറയുന്ന എണ്ണ ഉണ്ട്, അതിൽ കൂടുതൽ എണ്ണ ഇട്ടുള്ളത്, അതുകൊണ്ടാണ് തോന്നുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് കറിക്ക് അത് പൊരിപ്പിച്ചുണ്ടായി കേട്ടോ. ഇത് പുളിഞ്ചാറാണ്. സ്രാവൊക്കെ ഇട്ടിട്ടുള്ളൊരു ചാറാണ്. എന്താ സ്രാവൊക്കെ ഇട്ടിട്ട് വലിയ ചാറാണ്. എല്ലാവർക്കും അറിയിക്കാറ് കേട്ടോ. കേക്ക് ഞാൻ മറ്റേ അച്ചാറിൻ്റെ നീരായിക്കോളും കേട്ടോ. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇതിപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ചെയ്ത് തിന്നാൻ കേട്ടോ. ഒരു വട്ടം നിനക്കിത് അങ്ങനെ ഇതില്ല, ഞാൻ മുടിമ കെട്ടിയോണ്ടൊക്കെയാണ് കേട്ടോ. എന്താ ഇത് വെച്ച് കഴിഞ്ഞ ഡബ്ബർ ചെറുതാണ്, അത് പൊട്ടിപ്പോകാൻ ഇട്ടിട്ട് ഇതേ മുടിമ കെട്ടിയാണ് വെച്ചിരുന്നത്. തുറക്കാം ഗൈസ്. എൻ്റെ കജ്ജിട്ട് തുറക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തുറക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഗൈസ് അത് ഞാൻ തിരിച്ചു കണ്ടാൽ വെച്ചിക്കണേ മനസ്സിലായി. പിന്നെ ഞാൻ ആദ്യമൊന്ന് ക്യാമറ ഓഫാക്കിക്കാണ്ട് എടുത്തിട്ടോ. അങ്ങനെ കേക്ക് ഇത് ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഗൈസ്. മാങ്ങ അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ സാധനം. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം. ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഇതാവും കേട്ടോ ഗൈസ്. നമുക്ക് ചീരൻ്റെ സാധനം എടുക്കാം. പിന്നെ മാങ്ങ പൊട്ടിച്ചിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് എൻ്റെ അവിടെ നീരുണ്ട്. പിന്നെ ഞാൻ എടുത്തോളൂ തന്നെ മാങ്ങൻ്റെ നീരുണ്ട്. പിന്നെ കഴിച്ചിട്ടെടുക്കാൻ വയ്ക്കുള്ള മുട്ട എടുക്കാം ഗൈസ്. കേബേജും കൂട്ടി പോകും, കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ അച്ചാറിൻ്റെ അവിടെ നിന്ന് ചെറുതായി പാളിയത് കേട്ടോ. രസമുണ്ട്, കുഴപ്പമില്ല. ഞാൻ അതിലെന്തൊക്കെ മനസ്സിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ പറയുമ്പോൾ ചൊന്നും കിട്ടുന്നില്ല എന്നുള്ള കേട്ടോ. കഴിക്കുന്നുണ്ട്. ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.